ഫിഷ് തലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞങ്ങളൊരു തലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കോട്ടയം സ്റ്റൈൽ തലക്കറി ഉണ്ടാക്കുന്ന ഷെഫാണ് ബാക്കി നിൽക്കുന്നത്. ആലപ്പുഴക്കാരിയാണ്. ചെറിയ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഒരു മീൻ വീട്ടിലായിരുന്നു, അതിൻ്റെ തല ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ തലക്കറി ഉണ്ടാക്കാൻ വെച്ചു. പിന്നെ അതിന് വീഡിയോ ചെയ്യാൻ വെച്ചിട്ടാണ്. നല്ല വൃത്തിയിൽ വെട്ടിയെടുത്തു. കണ്ടോ, ഇങ്ങനെ അത് രണ്ടാക്കി മുറിച്ചു. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കറി എങ്ങനെ വെക്കണം. അതിനൊന്നും ചട്ടിയുണ്ടോ മാറ്റിയൊന്നും ഇത് കൊണ്ടുവന്ന വളരെ കഷ്ടപ്പെട്ടാണ് കൊണ്ടുവന്നത്. വളരെ ചട്ടിയാണ്. ഇതിനു വേണ്ടി മാത്രം കൊണ്ടുവന്നതാണേ. പിന്നെ ഈ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് 4 ടീസ്പൂൺ മുളക് പൊടി ഉണ്ട്, പിന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നെ കറി ലീവ്സ്. ചട്ടി ചൂടായിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് ഞങ്ങൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യാറ്. സാധാ വെളിച്ചെണ്ണ ഇവിടെ കിട്ടാറില്ല. പിന്നെ നമ്മൾ കടുക് ഇടുകയാണ്. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് ഉലുവയും കൂടി ഇടുന്നതാണ്. കുടംപുളി കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്യാനിട്ടായിരുന്നേ. നമ്മുടെ കടുകും ഉലുവയും പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, സവാള ആഡ് ചെയ്യുന്നതാണ്. അത് നല്ലോണം വഴന്ന് വന്നതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇടുന്നതാണ്. ആലപ്പുഴ സ്റ്റൈൽ മീൻകറിയാണിത്. വെറും മീൻകറിയല്ല, തലക്കറി. ഇത് മൂത്ത് വന്നിട്ട് വേണം നമുക്ക് ഈ പൊടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. കറിവേപ്പില, ഉള്ളി എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്യണം. മല്ലിപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യണം. ഈ തലക്കറീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി സോണിച്ചേച്ചി കപ്പയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. തലക്കറി വയ്ക്കുന്ന ദിവസം കപ്പ ഉണക്കിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് കപ്പയും തലക്കറിയാണ്. നല്ല കോമ്പിനേഷനാണ് അത് രണ്ടും. ഞാൻ കഴിച്ചു നോക്കണം. തലക്കറിയും കപ്പയും സൂപ്പറാണ്. തീ ഓഫ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. വെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്യണം. ഷെഫ് സോൻസി കട്ടക്കുഴി ജോൺസൺ. ഇതുപോലെയാണ് മീൻകറി വെക്കണമെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ആലപ്പുഴ സ്റ്റൈലാണ്. ചില ഇടങ്ങളിൽ മല്ലിപ്പൊടി ഒന്നും ഇടാറില്ല മീൻകറിയിൽ, ഉള്ളി പോലും ഇടാറില്ല. ഇവിടെ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളത്തിന് നമ്മൾ ആകെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വെള്ളം വേണം. ബാക്കി തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉപ്പ് തിളച്ചതിന് ശേഷം മാത്രമേ മീനിടാവൂ, അല്ലെങ്കിൽ ഉളുമ്പിൻ്റെ മണം വരുന്നതാണ് സോൻസി ചേച്ചി പറയുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണെന്നൊന്നും. തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാം. അരപ്പ് തിള വന്നു ഗൈസ്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇടാം. മീനിൻ്റെ തല, വായിൽ കൊതിയൂറും മീൻകറി. പക്ഷെ ഇവർ ഇതിന് മുമ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ തലക്കറി. നല്ലതായിരുന്നേ. ഇവർ ചിക്കൻ വയ്ക്കാനും ബീഫ് വയ്ക്കാനൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്. നമ്മൾ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വേകാനായിട്ട് കുറച്ച് തീയിൽ
കഷ്ണങ്ങളൊക്കെ വേവാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെക്കാൻ പോകണം. തലയല്ലേ അതിൻ്റെ വേവ് കുറച്ച് കൂടുതൽ വേണം തോന്നുന്നു. ഗൈസ് കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പുറത്തോട്ടേക്ക്. ഈ പുളീൻ്റെ സ്മെല്ല്, കുടംപുളീൻ്റെ. ഇതിലേക്ക് കുറച്ച് നമുക്ക് വേപ്പില ആഡ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതില്ല പുളിയിട്ട് നമുക്ക് പുളിയൊക്കെ കറക്റ്റാണ്, ഉപ്പും കറക്റ്റാണ്, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഞാൻ തലക്കറി ഇങ്ങനെ കൂട്ടാത്ത ആളാണേ. കുറേ കാലത്തിന് ശേഷമാണ് കൂട്ടുന്നത് തലക്കറി. പക്ഷേ കറി കൊള്ളാം, സൂപ്പർ. ഞാൻ വെച്ചോണ്ടാ സോൺസിച്ചിട്ടാണ് കറി സൂപ്പറായത്. അതിന്ന് ഒന്നുകൂടെ തിളക്കട്ടെ, എന്നിട്ട് ഇത്തിരി കുറുകി വരണം. അപ്പോഴേ അതിൻ്റെ ഇത് ഇറങ്ങി. വെളിച്ചെണ്ണയുണ്ട്. ഇങ്ങനെയുള്ള മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ മേളിൽ ഇച്ചിരി തൂകാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. കണ്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. പ്യൂർ കോക്കനട്ട് വെളിച്ചെണ്ണ. ഇവിടെ വെളിച്ചെണ്ണയൊന്നും കിട്ടാറില്ല. ഇവിടെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിലാണ് എപ്പോഴും. ഇവിടങ്ങളിൽ ഫുൾ സൺഫ്ലവർ ഓയിലാണ് കിട്ടാറ്. പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോഴാണ് ഒരു വെളിച്ചെണ്ണേൻ്റെ ബോട്ടിലൊക്കെ കൊണ്ടുവരാറ്. അതാണ് അവർ യൂസ് ചെയ്തതിൻ്റെയാണത്. ഇനി ആകെ ഒത്തിരി കൊണ്ടുള്ളൂ. നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തൂക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ. ടേസ്റ്റിലൊരു ഡിഫറൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. കറി ഒന്ന് കുറച്ച് കുറുകിയിട്ട് വേണം ഓഫ് ചെയ്ത് വെക്കത്തി. ഇനി കുറച്ചുകൂടെ കറിവേപ്പിലിടാം, ഒരു ഭംഗിക്കും നല്ലൊരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ കറി നമ്മളായിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ കറി ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. നമ്മളങ്ങനെ ലാസ്റ്റ് തലക്കറി റെഡി ആക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാം. കാണിച്ചേ കണ്ടില്ലേ? ഇനി എന്നെ കാണിച്ചു. മീൻകറി അവിടെ കണ്ടോ? എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ. ഇത് അമ്മേൻ്റെ തലക്കറിയാണ്. സൂപ്പറാണ്. സൂപ്പർ എന്ന് പറ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ജെഫ്രിയേ കുറച്ചേരം കൂടി ഇരുന്നവരാണ് ടേസ്റ്റ് ഉണ്ടാവുക. കുറുകും അഭിപ്രായം ചെയ്യാം. ആണോ? എരിവുണ്ടോ? ബാക്കിയെല്ലാം കൊള്ളാം. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വ്ളോഗ് ആയിട്ട് വരുന്നതാണ്. മീൻകറി എന്തായാലും സൂപ്പറാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.